മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് KPSTA സ്വദേശ് മേള ക്വിസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. സ്കൂൾ തലം HSS വിഭാഗം ചോദ്യപേപ്പറാണ് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായി ഭവിച്ച ഐത്തോച്ചാടന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്സാക്കിയത് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്? ആൻസർ കാക്കിനഡ, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ. 2. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആര്? ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹം 2023 മരിച്ചത്. മരണാനന്തര ബഹുമതിയായി 2024 ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട് കേട്ടോ. 1949 നവംബർ 25 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഗ്രാമർ ഓഫ് അനാർക്കി എന്ന വിഖ്യാതമായ പ്രസംഗം നടത്തിയ വ്യക്തി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഭരണഘടനാ ശില്പി എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലേ. 4ാമത്തെ ക്വസ്റ്റ്യന്, ഏറ്റവും കൂടുതൽ ലോകസഭാംഗങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ആൻസർ ഉത്തർപ്രദേശ്. 5ാമത്തെ ക്വസ്റ്റ്യന്, പൂജ്യത്തിന് ചെറിയ വൃത്തം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ചിഹ്നം ഏത്? ആൻസർ ഇതുപോലുള്ളൊരു കുത്ത്, അതിന് എന്താ പറയുക? ബിന്ദു എന്ന് പറയില്ലേ. അടുത്ത ചോദ്യം, 1935 ഫെബ്രുവരി 14 നെഹ്റു തൻ്റെ ആത്മകഥ ഇന്ത്യയെ കണ്ടെത്തൽ പൂർത്തിയാക്കിയ ജയിലിൻ്റെ പേര്? അൽമോറ ജയിൽ. ദേശീയ നിയമ ദിനമായി അറിയപ്പെടുന്ന ദിനം? നവംബർ 26. 8. ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് പഞ്ചായത്ത് രാജിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ 11ാം പട്ടിക. 9ാമത്തെ ക്വസ്റ്റ്യന്, ദി ഡിസ്കവറി ഓഫ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ആൻസർ CH കുഞ്ഞിപ്പ. 10ാമത്തെ ക്വസ്റ്റ്യന്, MK ഗാന്ധി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ദേശസ്നേഹി എന്ന ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയതാര്? ആൻസർ ഫാദർ ജോസഫ് ജോൺ ഡോക്ക്. 2024 പെൻപിൻഡർ പുരസ്കാരം ലഭിച്ചതാർക്ക്? അരുന്ധതി റോയ്. 12. ഭൂഖണ്ഡങ്ങളുടെ സമുദ്രത്തോട് തൊട്ടുകിടക്കുന്ന വാക്കുകളിലെ അഭിവൃദ്ധി അടിസ്ഥാനമാക്കിയ HJ മാക്കിൻഡറുടെ സിദ്ധാന്തം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ആഗോള രാജ്യതന്ത്ര സിദ്ധാന്തം. 13. കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മലയുടെ പേര്? ആൻസർ അനുകുത്തിമല, അല്ലെങ്കിൽ അമ്പലവയൽ മല എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് വയനാട് ജില്ലയിലാണ് അല്ലേ. 4. ഭരണഘടനയുടെ ഏത് ഭാഗത്തെയാണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്? ആൻസർ മൗലികാവകാശങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര്? RK ഷൺമുഖം ഷെട്ടി. കേരളത്തിലെ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയതാര്? ആൻസർ അയ്യങ്കാളി. അയ്യങ്കാളിയെ ഗാന്ധിജി വിളിച്ചത് എന്താണ്? പുലയരാജ. അയ്യങ്കാളിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സ്കൂളൊക്കെ ഉണ്ടല്ലോ അല്ലേ, അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂള്. അതൊക്കെ നമ്മുടെ GK വീഡിയോസ് നൽകിയിട്ടുണ്ട് കേട്ടോ, മക്കളതൊക്കെ പോയി കാണണേ. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാൻ എടുത്ത സമയം എത്ര? 2 വർഷം 11 മാസം 17 ദിവസം. 18ാമത്തെ ക്വസ്റ്റ്യന്, വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ തമിഴ്നാട്. 19. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയ വർഷം ഏത്? 1973. 20ാമത്തെ ക്വസ്റ്റ്യന്, ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏത്? ബ്രഹ്മപുത്ര. ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ആൻസർ ചെയ്യുന്നത്. 1ാമത്തെ ക്വസ്റ്റ്യന്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആര്? ആൻസർ KG ബാലകൃഷ്ണൻ. 1947 ബ്രിട്ടനിൽ ഇന്ത്യയുടെ ഹൈ കമ്മീഷണറായി പ്രവർത്തിച്ച മലയാളിയായ മഹത് വ്യക്തി ആര്? ആൻസർ VK കൃഷ്ണമേനോൻ. 3. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചനകൾ നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യന്, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര? 10 രൂപ. 5ാമത്തെ ക്വസ്റ്റ്യന്, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശം പരത്തുന്ന ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? ഝാൻസി റാണിയെ. ഝാൻസി റാണിൻ്റെ യഥാർത്ഥ പേര് മണികർണിക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും
ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന മക്കളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.